പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം ധ്യാനിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു കാര്യമുണ്ട്. നമുക്കറിയാം, അവിടെ വലിയൊരു പുരുഷാരം കൂടിയിരിക്കുക. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവരവരുടെ ബുദ്ധിയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കരത്തിലിരിക്കുന്ന പണത്തിന് അപ്പം മേടിച്ചാലും ഇത്രയും പേർക്ക് തികയത്തില്ല, ഒത്തിരി ജനമുണ്ടല്ലോ. മാത്രമല്ല, ഇവിടെ ഒരു ബാലകന്റെ കരത്തിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അതും എന്താവാനാ? ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ലായ്മകൾ, അസാധ്യങ്ങൾ, സാധ്യതയില്ലായ്മകൾ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പം അവിടെ അതിൻ്റെ 11-ാമത്തെ വചനത്തിൽ യേശു ഈ അപ്പം കരത്തിലെടുത്ത് അവിടെ എഴുതിയിരിക്കുന്നു, വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു, ജനത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അവിടെ കണ്ടോ, വാഴ്ത്തി. ഇംഗ്ലീഷിൽ ഹി ഗേവ് താങ്ക്സ്, നന്ദി പറഞ്ഞു. അപ്പം കരത്തിലെടുത്ത് നന്ദി പറഞ്ഞു. നോക്കിക്കേ, ഈ 5 അപ്പവും 2 മീനും ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് എങ്ങനെയാ കൊടുക്കുന്നത്? എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മളുടെ കരത്തിൽ ഉള്ള നന്മയിൽ നാം സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ മനസ്സ് വെച്ചാൽ കർത്താവ് കരത്തിലുള്ള നന്മയെ വർദ്ധിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്താണെന്നറിയോ? സന്തോഷമുള്ളൊരു ഹൃദയവും നന്ദി നിറഞ്ഞ ഹൃദയവും. ഇത് രണ്ടും, സന്തോഷവും നന്ദിയും, ഇതുവരെ നടത്തിയ ദൈവം അത്ഭുതകരമായി നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു. ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേ. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് അപ്പ കൈ പിടിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നു. പറഞ്ഞാൽ തീരാത്ത ദാനങ്ങൾ എണ്ണി എണ്ണി തന്നു, അല്ലേ? കരത്തിൽ എന്തെങ്കിലും കൂട്ടി വെച്ചാണോ കഴിഞ്ഞ നാളുകളിൽ കാര്യങ്ങൾ ചെയ്തത്? ഇതുവരെ വന്നത് എല്ലാം കർത്താവിന്റെ കരമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ കരത്തിലുള്ള അല്പം, കുറച്ചുള്ളത് അതെടുത്ത് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. കുറച്ച് ആരോഗ്യമേ ഉള്ളോ? കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. കുറച്ച് പണമേ ഉള്ളോ? എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് പഠിക്കുവാൻ ബുദ്ധിയില്ല, കുറച്ച് ബുദ്ധിയേ ഉള്ളോ? ഭാരപ്പെടേണ്ട, അതിനൊന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് നന്ദി പറഞ്ഞ് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യുവാനെടുത്തേ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ കരത്തിലുള്ള നന്മ വർദ്ധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് നിശ്ചയമായും സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുവാനുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന് അല്പസമയം സ്തോത്രം ചെയ്യാം. നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം, കരത്തിലുള്ള നന്മകൾക്കായി സ്തോത്രം ചെയ്യാം, ശരീരത്തിൽ അല്പമായിട്ടുള്ള ആ ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യാം, ഇപ്പോൾ ലഭിച്ച ആ അല്പമായ സൗഖ്യത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അവയെല്ലാം വർദ്ധിക്കട്ടെ, മൾട്ടിപ്ലൈ ചെയ്യട്ടെ. കരത്തിലുള്ള നന്മ അത് അനവധി മടങ്ങായി ഇപ്പോൾ വർദ്ധിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കരത്തിൽ അങ്ങ് തന്ന സകല നന്മയ്ക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദി അപ്പ, നന്ദി നന്ദി നന്ദി. കർത്താവെ, അങ്ങ് തന്ന സകലത്തിനും സ്തോത്രം 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 സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ ഏതാവശ്യത്തിന് മുൻപാകെ ആയിരിക്കുന്നു, അവരുടെ കരത്തിൽ എന്താണോ കുറച്ചുള്ളത് അതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ള ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു, അവരെല്ലാം അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എൻ്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ, വർദ്ധിച്ചു വരട്ടെ നാഥ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ് യു.